ആധ്യാത്മിക ചിന്തയുള്ള ഓരോ ഹിന്ദുവും തൻ്റെ അവസാനം അവിടെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഭാരതത്തിൽ. കാശി, വിശ്വനാഥന്റെ ഇരിപ്പിടം. ഏതൊന്നിന്റെയും സമസ്ത പാപങ്ങളെയും ശുദ്ധീകരിക്കുവാനുള്ള ശേഷിയുമായി ഭൂമിയിൽ അവതരിച്ച ഗംഗാനദിയുടെ സാന്നിധ്യത്തിൽ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്നതുമായ കാശി. ജ്യോതിർലിംഗ രൂപത്തിൽ പരമശിവൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കാശിയിലാണ്. പരമശിവന്റെ ത്രിശൂലത്തിന് മേലാണത്രേ കാശിയുടെ കിടപ്പ്. ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ, അസി എന്നീ നദികൾക്കിടയിൽ ബനാറസിനെയും കാശിയെയും വഹിക്കുന്ന വാരാണസി, ആത്മാന്വേഷികളുടെ സ്വർഗം. കാശിയിൽ സംഭവിക്കുന്ന പ്രകൃതിയാലുള്ള മരണം ഓരോ ആത്മാവിനെയും മോക്ഷപ്രാപ്തിയിലേക്കാണ് എത്തിക്കുന്നത്. എന്തുകൊണ്ട് കാശി ഓരോ ജീവനും മോക്ഷം നൽകുന്നു? കാശിയിൽ ജീവിതം അവസാനിക്കണം എന്നാഗ്രഹിച്ച് ആ കാശിനാഥന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുന്ന ഓരോ ജീവനിലും കാലഭൈരവൻ നടത്തുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. ഭൈരവി യാതന എന്നാണ് അതറിയപ്പെടുന്നത്. അതിദാരുണമായ ഒരു പീഡ. ആ ആത്മാവിന്റെ കർമ്മ പ്രാരാബ്ദങ്ങളെ മുഴുവൻ കേവലം നിസാര സമയത്തിനുള്ളിൽ ദഹിപ്പിച്ചു കളയുന്നു കാലഭൈരവൻ. അതും മരണത്തിലേക്ക് അടുക്കുന്ന അവസാന 40 സെക്കൻഡുകളിൽ. ആ ഒരു സമയം ആ ജീവൻ അനുഭവിക്കുന്നത് താങ്ങാൻ കഴിയാത്ത യാതനയാകുന്നുവത്രേ. എന്നാൽ അതോടെ ജന്മജന്മാന്തരങ്ങളിലൂടെ ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരുന്ന സകലവിധ കർമ്മങ്ങളുടെയും ബന്ധനം എന്ന ഭാരമൊഴിഞ്ഞ് ആത്മാവ് ശുദ്ധിയാകുന്നു. സർവവിധ പാപങ്ങളും അവിടെ കാലഭൈരവനു മുൻപിൽ കഴുകിക്കളയുന്നു. അർഹതപ്പെട്ടവർ മോക്ഷം പ്രാപിക്കുന്നു. അതിനാലാണ് മരണം കാശിയിൽ വെച്ചാകണം എന്ന തീക്ഷ്ണമായ ആഗ്രഹം മിക്കവരിലും ഇപ്പോഴും കാണുന്നത്. ഏതൊരു കൊടും പാമ്പിയോ വിവേകബുദ്ധിയില്ലാത്ത മൃഗമോ പ്രാണിയോ സസ്യമോ ആ കാശിനാഥനു മുൻപിൽ മുക്തി പ്രാപിക്കുന്നുവെന്ന് ശിവപുരാണം. എല്ലാവിധ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളും വൈരാഗ്യങ്ങളും ദുഃഖങ്ങളും നേട്ടങ്ങളും അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഒരു പിടി ഭസ്മം. സർവം ശിവമയം.